ഉണ്ടാക്കാൻ പോകുന്നത് കിണ്ണത്തപ്പമാണ്. 2 കപ്പ് അരി കുതിർത്തത് 2 മണിക്കൂർ 3 മണിക്കൂർ വരെ കുതിർക്കണം. നല്ല കോരം കുതിർന്നാലേ അല്ലെങ്കിൽ ആടില്ല. അത് കഴിഞ്ഞതിന് ശേഷം തേങ്ങാപ്പാൽ ഇത് ഇപ്പം 2 കപ്പല്ലേ, 2 കപ്പ് പച്ചരി 2 കപ്പ് പച്ചരി ആകുമ്പോൾ നമ്മൾ 2 തേങ്ങ എടുക്കണം. വലിയ തേങ്ങയെങ്കിൽ ഒരു 1.5 മതി, ചെറിയ തേങ്ങയെങ്കിൽ 2 വേണം. അതിൻ്റെ 1-ാം പാൽ, ഈ 1-ാം പാലിലാണ് നമ്മൾ അരി ആട്ടേണ്ടത്. ഒന്നാം പാലിലാണ് അരി. പിന്നെ ഒരു മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മിക്സിയിൽ ആട്ടപ്പോഴേ ചൂടായി കഴിഞ്ഞാൽ വെന്ത് പോയി കഴിഞ്ഞാൽ രുചിയാണ്. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ഒന്നി ഐസ് ക്യൂബ് അല്ലെങ്കിൽ ഈ അരി മൊത്തമായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. ഞാനിപ്പോൾ തണുപ്പിച്ചേക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഐസ് ക്യൂബ് ഇടാം. ഇത് മിക്സിയിലിട്ട് നല്ലവണ്ണം ആട്ടണം. പിന്നെ 2 മുട്ട വേണം ഇതിന് ആവശ്യത്തിന്. അത് ആദ്യം ഇത് ആട്ടിയതിന് ശേഷമേ മുട്ട ചേർക്കും. 2 മുട്ട വേണം. 2 മുട്ട പൊട്ടിച്ച് ഇത് ആട്ടണം ആദ്യം. ഫസ്റ്റിൽ ഇത് ആട്ടണം, മുട്ട ഇടൂല. മുട്ട ഇട്ട് കഴിഞ്ഞാൽ മുട്ട ചൂടായിപ്പോവും ആട്ടപ്പോഴേ. അതുകൊണ്ട് ആദ്യം ഞാൻ മിക്സിയിൽ ഇത് ആട്ടി അരിക്കണം, കൊണ്ടിടാം. 1-ാം പാൽ വെച്ചാണ് നമ്മൾ പച്ചരി ആട്ടിയത്. 1-ാം പാലാണ് ഇത്. 2-ാം പാൽ, പക്ഷേ 1-ാം പാൽ വെച്ചാൽ ആദ്യം യൂസ് ചെയ്യണം. ആവശ്യമെങ്കിൽ മാത്രമേ 2-ാം പാൽ എടുക്കണം. ഇത് 1-ാം പാലിൽ ആട്ടി അരിയതാണ്, മഷി പോലെ മിക്സിയിൽ ആട്ടി അതിനെ ഇനി അരയ്ക്കണം. പിന്നെ അത് മുട്ട പ്രത്യേകം ഞാൻ കുറച്ച് മാവ് മിക്സിയാണ്, കാരണം ചൂടാവാതിരിക്കും. 2 മുട്ടയാണ്, 2 മുട്ട ചേർത്തിട്ട് അരിച്ചെടുക്കണം. ഒഴിക്കാൻ മറന്നു പോകും ഇരിക്കുന്നത്. അപ്പോൾ ആ അരിക്കപ്പോഴും അതിൻ്റെ തരി അതിന് വരും. ആട്ടെ 2 മുട്ട പ്രത്യേകം ആട്ടി. ഒരു തരി പോലും പാടില്ലായിരിക്കാൻ വേണ്ടി നമ്മൾ ഈ അരിപ്പിൽ അരിക്കുന്നത്. അപ്പം തരി വരില്ല. അത് കഴിഞ്ഞതിന് ശേഷം പഞ്ചസാര അളവ് പറഞ്ഞു. നമ്മളിതിപ്പോൾ എടുക്കുന്നത് ഈ കപ്പിലാണ് നമ്മൾ അരി എടുത്തത്. അപ്പോൾ അതേ കപ്പിൽ തന്നെ പഞ്ചസാര നിറച്ചിടണം. ഏത് കപ്പിലാണ് അരി എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ പഞ്ചസാര ഇടണം. നല്ല വൃത്തിയ ചേർക്കണം. പിന്നെ പഞ്ചസാര കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. കൂടുതൽ വേണം, കുറച്ച് മതിയെങ്കിൽ 1 ഗ്ലാസ് മതി. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ കപ്പിലാണ് ഞാൻ അരി എടുത്തത്. ഈ കപ്പിൽ 1 കപ്പ് അരി എടുത്തു. 1 കപ്പല്ല 1.5 കപ്പ്. 1.5 കപ്പ് അരി എടുത്താൽ 1.5 കപ്പ് പഞ്ചസാര വേണം. 1.5 കപ്പ് അരിയാണ് എടുത്തത്. ഈ കപ്പിലാണ് എടുത്തത് അളവ്. അതേപോലെ 1.5 കപ്പ് പഞ്ചസാര ഇടണം. പഞ്ചസാര കുറച്ച് ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പഞ്ചസാര കുറച്ചിടാം. പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ 1.5 കപ്പ് പഞ്ചസാര തന്നെ ഇടണം. അതിപ്പോൾ ഞാൻ 1 കപ്പ് എടുക്കുന്നില്ല, കാരണം ഇത് കുറച്ചാണ് പഞ്ചസാര. കൂടുതൽ വേണമെങ്കിൽ 1.5 കപ്പ് പഞ്ചസാരയും ഇപ്പം അതേ രുചി വരും. പിന്നെ ഏലക്ക പൊടിച്ചിടണം. ഏലക്ക, ജീരകം ഞാൻ പൊടിച്ച് അത് വേവിക്കുന്ന സമയത്ത് ഇത് അടുപ്പിൽ വെക്കണം. കുക്കറിലോ വെച്ചതിന് ശേഷം അതിനകത്ത് റൗണ്ട് ഇട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് പാത്രത്തിനകത്ത് നെയ്യ് ചേർത്താണ് വെക്കേണ്ടത്. ഇപ്പം ഞാൻ കാണിച്ചിരുന്നു. വെള്ളം ചേർക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ ഇരിക്കണം. വെള്ളം ചേർത്ത് നമ്മൾ പാലാടയൊക്കെ രീതി തന്നെയാണ്, പാലാടയുടെ അതേ രീതി തന്നെ കിണത്തപ്പം നമ്മൾ യൂസ് ചെയ്യും. വെള്ളം നല്ല ഇതുപോലെ ഇരിക്കണം. എന്നാൽ അതിൽ ഇതിൻ്റെ പുറമേ നോക്കപ്പോൾ കാണിച്ചു. പിന്നെ പോരപ്പോൾ ഇതുപോലെ ഇരിക്കും. അതിപ്പോൾ അല്ലാതെ ഉണ്ടാകും. ഇനി അതിൽ ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്ന സാധനം പോരപ്പോൾ ചെറുതായി നല്ല മധുരം ഉണ്ട് കേട്ടോ. ഇത് മധുരം നോക്കാം. അതായത് ഒരു റൗണ്ട് ഇടണം. റൗണ്ട് ഇടപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, റൗണ്ടിന് താഴെ വെള്ളം നിൽക്കാം.
അല്ലെങ്കിൽ വെള്ളം മുകളിലെടുക്കണം. എന്നിട്ട് ഒരു പാത്രം, എന്നിട്ട് അതിൻ്റെ ഈർപ്പം മാറ്റിയതിന് ശേഷം നെയ്യ്, വളരെ കുറച്ച് നെയ്യ് ഇട്ടാൽ എല്ലാം നെയ്താ, ചെറിയ സ്പൂൺ ഇതാ നെയ്യ് കുറച്ചിട്ടാൽ. എന്നിട്ട് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കാൻ പെട്ടെന്ന് വരാൻ രുചിയും കാണും. ഞാൻ നൂറിടാം, രുചിയും കാണും, നെയ്യിലേ രുചിയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇതാ കുറേശ്ശെ ഒഴിക്കണം, ഒരുപാട് ഒഴിക്കരുത്, കുറേശ്ശെ തെറിക്കാതെ ഒഴിക്കണം. തെറിച്ച് കഴിഞ്ഞാൽ അടിയിലെല്ലാം പോയി കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ മാവ് വീണാൽ പൊങ്ങി വരും. അരച്ച് ചേർത്തിട്ടുണ്ട്, പൊടിച്ച് ചേർത്തിട്ടുണ്ട്. മാവരയ്ക്ക് അരച്ചാലും മതി, അല്ലെങ്കിൽ മാവെല്ലാം അരച്ചതിന് ശേഷം മിക്സിയിലൊക്കെ ചേർത്താലും മതി, പൊടിച്ചിട്ടാലും മതി. ജീരകം ചേർക്കണമെന്നില്ല, ഞാൻ അവിടെ ജീരകം ഇടുന്നില്ല, ചിലർ ജീരകം യൂസ് ചെയ്യും. ഇത്രയും മതി, നിറയല്ലേ, ഒരുപാട് നിറഞ്ഞ കളയും. നമ്മൾ എന്താ നോക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു സ്പൂൺ എടുക്കുക. സ്പൂൺ എടുത്തിട്ട് എന്താ ഞാൻ നോക്കാം, നനവ് പാടില്ല, നനവ് ഇങ്ങനെ ഈർപ്പം നനവ് മാറാൻ വേണ്ടി ഇങ്ങനെ ചരിച്ച് വയ്ക്കണം. അപ്പോൾ നനവ് മാറും. വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, എന്നാലും വെച്ചാൽ ഈർപ്പം കാണും. ഈ ആവിയിൽ വെന്താണല്ലോ, അപ്പോൾ ഇത് അതിനൊരു നനവുണ്ട്. നനവ് മാറാൻ ഇങ്ങനെ വയ്ക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സ്വീറ്റാണ്, എല്ലാം ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റാണ്. ഇത് ഒന്ന് തണുപ്പിച്ച് റെഫ്രിജറേറ്റ് ചെയ്തിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഐസ് പുഡിങ് പോലെ ഇരിക്കും, നല്ല ഐസ് കേക്ക് പോലെ, നല്ല ടേസ്റ്റാണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കാം, സൂപ്പർ ടേസ്റ്റാണ്.